അങ്ങനെ ഇറാന്റെ സ്പിരിച്വൽ തലവൻ എന്നറിയപ്പെടുന്ന അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് മിക്ക മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഖൊമേനി 2 മാസം മുമ്പ് റഷ്യയിലേക്ക് കടന്നതായിട്ട് ഉള്ള റിപ്പോർട്ടുകളും ഞാൻ കണ്ടു. എനിവേ, ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ ചത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും മുളച്ചു വന്നെന്നിരിക്കാം. ട്രംപ് ചെയ്ത നല്ല കാര്യങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ റെജീമിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിൽ 30,000-ത്തിലധികം ഇറാനിയൻസിനെയും കൊന്ന് ഒടുക്കി എന്നാണ് ഇൻഡിപെൻഡന്റ് സോഴ്സസ് പറയുന്നത്. ഇയാൾ ശരിക്കും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായെങ്കിൽ വളരെ നല്ല കാര്യം. ബട്ട് ഇനി ആര് ഇറാൻ ഭരിക്കും എന്നത് മറ്റൊരു ചോദ്യമാണ്. ട്രംപ് സോഫാർ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അയാളിങ്ങനെ 2 വെള്ളത്തിൽ കാലിയോട്ടി നിൽക്കുകയാണ്. അതായത് പുതിയൊരു റെജീമിനെ അവിടെ ഫിറ്റ് ചെയ്യാതെ അമേരിക്ക പിന്മാറുകയാണെങ്കിൽ അത് അതിലും വലിയ പ്രശ്നത്തിൽ ചെന്നെത്തും. കാരണം ഖൊമേനിയുടെ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് അയാളിലും വട്ടന്മാരാണ് അതിൻ്റെ അകത്തുള്ളത്. സോ തിളച്ച എണ്ണയിൽ നിന്ന് തീയിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഇറാനിയൻസിൻ്റെ അവസ്ഥ ആകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബുർഖയിട്ടില്ല എന്നും പറഞ്ഞ് ഇറാനിയൻ ഗാർഡ്സ് കൊന്ന് ക്രൂരമായി വലിച്ചെറിഞ്ഞ മാഷാമിനി അതുപോലുള്ള മറ്റുള്ള വിക്ടിംസ് ഇയാൾ ശരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ജസ്റ്റിസ് കിട്ടുന്ന ഒരു ദിവസമാണ്. ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇന്ന് ജസ്റ്റിസ് കിട്ടി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയ്ക്ക് പാകിസ്ഥാനിലെ വട്ടന്മാർ അമേരിക്കൻ എംബസി പാകിസ്ഥാനിലെ അടിച്ച് തകർക്കുന്നുണ്ട്. ട്രംപിന് ഇപ്പം വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടാവും. കാരണം ട്രംപിൻ്റെ ഫേവറേറ്റ് പെറ്റാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലെ അവന്മാരെല്ലാം കൂടെ അടിച്ച് തകർക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രം എന്താകും എന്നുള്ളത്. ഇറാനിയൻസിന് ഇനിയെങ്കിലും ഒരു നല്ല ഫ്യൂച്ചർ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.